മാരക്കാനയിലെ കലാശക്കൊട്ടിന് കിക്ക് ഓഫ് ഉയരുമ്പോൾ തലസ്ഥാനത്തും അതിന്റെ അലയൊലികൾ ഉയരുകയാണ്. ഇഷ്ട ടീമുകളുടെ വിജയത്തിനായി പ്രാർത്ഥനയിലാണ് പലരും. എല്ലാവരും ഇവിടെ അർജന്റീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇവിടെ ചില മണ്ടന്മാർ മാത്രമേ ഉള്ളൂ ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ബ്രസീൽ കിരീടം നേടുമെന്ന് വിശ്വസിച്ചിരുന്ന പലരും ഇന്ന് ജർമ്മനിക്കൊപ്പമാണ്. ബ്രസീലിന്റെ ദയനീയ പരാജയത്തെപ്പറ്റി ഇവർക്ക് പറയാനുള്ളത് ഇങ്ങനെ: ബ്രസീൽ തോറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവും പടത്തനവും ഇല്ലാതെ പടയാളികൾ മാത്രം ഇറങ്ങിപ്പോയി യുദ്ധം ജയിക്കുമോ? ഇല്ല, ഒരിക്കലും ജയിക്കത്തില്ല. തിയാഗോ സിൽവ രാജാവും നെയ്മർ പടത്തലവനുമാണ്. മനസ്സിലായോ? അവർ രണ്ടുപേരും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കളി വെച്ചത്. മെസ്സിയെ മാറ്റി നിർത്തി അർജന്റീന കളിക്കാൻ പറ, നടക്കത്തില്ല. അർജന്റീനയുടെ വിജയത്തെ ചിലർ ഇത്തരത്തിലാണ് നോക്കിക്കാണുന്നത്. അർജന്റീന എന്ന് പറയുന്നത് അവർ മെസ്സിയെ മാത്രം ആശ്രയിച്ച് കളിക്കുന്ന ടീമാണ്. അവസാന നിമിഷങ്ങളിലെ വാദപ്രതിവാദങ്ങളും വാഗ്വാദങ്ങളും ശക്തം. ജർമ്മനിക്ക് അത് ചാൻസ് ഇല്ല, അർജന്റീന തന്നെ ജയിക്കും. അർജന്റീന ജയിക്കുമെന്നുള്ള ഉറപ്പാണ്. നിങ്ങൾക്ക് വിശ്വാസമെങ്കിൽ ഞങ്ങൾക്ക് ജർമ്മനി മസ്റ്റായിട്ട് ജയിച്ചിരിക്കും. എന്നാ നമുക്ക് കാണാം, ജർമ്മനി ജയിക്കുള്ളൂ. ഒരു മാസം നീണ്ടുനിന്ന ഉറക്കമില്ലാത്ത രാവുകൾക്ക് അറുതിയാകുമ്പോൾ വിജയം ആർക്കാണെന്ന ആകാംക്ഷയിലാണ് കളിപ്രേമികൾ. മീഡിയ 1 തിരുവനന്തപുരം.